ശബരിമലയിൽ കയറാൻ പറ്റാതെ തിരിച്ചുപോയ ആൾക്കാർക്ക് എന്തെങ്കിലും എനിക്ക് ക്ഷമാപണം നടത്താമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അയ്യപ്പൻ നമ്മളോടും അവരോടും പൊറുക്കട്ടെ എന്നല്ലാതെ ഒന്നുമില്ല. അവർ തിരിച്ചു വന്ന് വീണ്ടും ദർശനം നടത്തണം. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എനിക്കവിടെ കയറാൻ പറ്റാതെ വഴിയിൽ വെച്ച് മാല ഊരി പോവുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷമമായിരിക്കും. വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്ന് അത് പോവില്ല. എനിക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിൽ നമുക്ക് ഖേദമുണ്ട്. അത് പശ്ചാത്താപം ഉണ്ടെന്നാണ് പറയുന്നത്. ഖേദത്തെക്കാളും പശ്ചാത്താപം എന്നുള്ള വാക്കാണ്. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അത് അയ്യപ്പനോടുള്ള ബന്ധത്തിൽ മാല ഇട്ട ഒരാളിന് മാത്രമേ വികാരം മനസ്സിലാവൂ. ഞാൻ അനേക മല കയറിയിട്ടുള്ള ആളാണ് കേട്ടോ. ഞാൻ ഗുരുസ്വാമിയേക്കാളും അത്രമാത്രം മല ഞാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. കഷ്ടമായിപ്പോയി. ഇന്നലെ അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് വന്ന് കയറിക്കളയും. ഇനി ശബരിമല എത്താൻ പോകുന്ന ആളുകളോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് വരിക, സന്തോഷമായിട്ട് വരിക. സുഖദർശനം നടത്താനുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഒരു 2-3 മണിക്കൂറുകൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ശബരിമലയിൽ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പനതിനെ അനുഗ്രഹിക്കും. 3 മണിക്കൂർ നിൽക്കേണ്ടി വരും തീർച്ചയായിട്ടും. അത് നിൽക്കാൻ എല്ലാവരും തയ്യാറാണ് കേട്ടോ. 2-3 മണിക്കൂർ നിൽക്കാനൊന്നും ആർക്കും മടിയില്ല. അതിൽ കൂടുതൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് സുഗമ ദർശനത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, ഞങ്ങളുടെ പ്രവർത്തനവും ഉണ്ടാവും. ശബരിമല തീർത്ഥാടനത്തിൽ ഉണ്ടാകുന്ന ചെറിയ പാളിച്ചകൾ പോലും രാഷ്ട്രീയമായി വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് അത്രയേറെ വൈകാരികമായൊരു വിഷയമാണ്. ഈ വിഷയത്തെ ആ ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ സംഭവിച്ചത് എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മുന്നൊരുക്കം പാളി. വിവിധ ജോലികൾക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നെങ്കിലും പലരും വന്ന് ചുമതലയേറ്റില്ല. എത്താത്തവർക്ക് പകരം ആളുകളെ നിയോഗിക്കാനും കഴിഞ്ഞില്ല. വെർച്വൽ ക്യൂ പോലും പാളി. ബുക്ക് ചെയ്ത ദിവസമല്ലാതെ തീർത്ഥാടകർ എത്തുകയാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെയുള്ളവരെ നിയന്ത്രിച്ചിരുന്നെങ്കിലും ഈ വർഷം അത് സാധിക്കുന്നില്ല. വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു തരത്തിലുമുള്ള നിയന്ത്രണവും സാധിക്കുന്നില്ല. കഴിഞ്ഞ വർഷം തൃപ്തികരമായി തീർത്ഥാടനം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനാണ് ADGP S. ശ്രീജിത്ത്. ഈ വർഷം തീർത്ഥാടകർ ദിവസം തെറ്റിച്ചെത്തുകയാണെന്ന് ADGP പറയുന്നു. വലിയ നടപ്പന്തലിലെ സ്ഥിതിയൊക്കെ അതികഠിനമാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാതെ തീർത്ഥാടകർ നിന്ന് തളരുന്നു. മണിക്കൂറുകൾ അവിടെ കുടുങ്ങുന്നവർക്ക് ഒന്നിരിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയേറെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നടപ്പന്തൽ. ഇവിടെ പ്രശ്നം 18-ാം പടിയിൽ കൂടുതൽ ആളുകളെ കയറ്റാൻ സാധിക്കാത്തത് മാത്രമല്ല, സന്നിധാനത്തെത്തുന്നവർ അതിവേഗം ദർശനം കഴിഞ്ഞ് മടങ്ങാത്തത് കൂടിയാണ്. സന്നിധാനത്തെ നടപടികളും വളരെയേറെ വൈകുന്നുണ്ട്. തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് അതേ വേഗത്തിൽ സന്നിധാനത്ത് നിന്നും താഴേക്കിറങ്ങിയാലല്ലാതെ കൂടുതൽ തീർത്ഥാടകരെ അവിടെ നിന്നും കയറ്റിവിടാൻ കഴിയില്ല. അപ്പൊ ഈ വർഷത്തെ മുന്നൊരുക്കങ്ങളിലുണ്ടായ പാളിച്ച തന്നെയാണ് ഇവിടെ നിഴലിച്ചു നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ്, എന്തൊരു ദുരവസ്ഥയാണ് വിശ്വാസികളെ സംബന്ധിച്ച്. ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു പരസ്യ പ്രതികരണത്തിന് മന്ത്രി VN വാസവൻ തയ്യാറായില്ല. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നിരത്തിയൊരു കാരണമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഏകോപനമൊന്നും ഈ ഘട്ടത്തിൽ സാധ്യമാകാത്തതും ക്രമീകരണങ്ങളിൽ പാളിച്ച ഉണ്ടായെന്നൊക്കെയാണ് ഒരു സങ്കോചവും ഇല്ലാതെ പറയുന്നത്. എത്രമാത്രം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ, പെരുമാറ്റച്ചട്ടം വന്നിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് മുൻപ് തുടങ്ങിയതാണോ ഈ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ? അത് എത്രയോ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ്. അതിൻ്റെയൊക്കെ തന്നെ ഒടുക്കം കൃത്യമായി വിലയിരുത്തി ഈ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് 2 ആഴ്ച മുൻപ് വരെ കൃത്യമായി വിലയിരുത്തൽ നടത്തിയാണ് തീർത്ഥാടന കാലത്തിലേക്ക് തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിലേക്ക് ദേവസ്വം ബോർഡ് പോകുന്നത്. അപ്പോൾ അത് പാളുമ്പോഴേക്കും അതിന് സമയം കിട്ടിയില്ല. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം അതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമല്ലേ? ഇന്ന് ദേവസ്വം മന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, ആദ്യം സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ മാലയിട്ട് 41 ദിവസം കഠിന വ്രതമെടുത്ത് നാടായ നാടൊക്കെ താണ്ടി മല കയറി ഭക്തരെത്തുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ നിർവൃതിക്കാണ്. സന്നിധാനത്തെത്തി അയ്യപ്പനെ കാണുക എന്ന തീർത്ഥാടന ലക്ഷ്യം. അതിലേക്കാണ് എല്ലാ വഴികളും, എല്ലാ ത്യാഗവും. എന്നാൽ ദർശനം കിട്ടാതെ മടങ്ങിയ തീർത്ഥാടകരെ ഇന്ന് കണ്ടു. പമ്പയിലെത്തിയിട്ടും സന്നിധാനത്തെത്താൻ കഴിയാതെ മടങ്ങിപ്പോയി പന്തളത്തെത്തി മാലയൂര് നാട്ടിലേക്ക് പോയ സങ്കട കാഴ്ചകളും ഇന്നലെ കുറച്ചു നേരത്തേക്ക് കുറെ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. അവർ രണ്ടാമത് ഇവിടെ കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ജനുവിനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്വൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊഴാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ വെർച്വൽ ക്യൂ പാസ് അവർ വന്നിട്ട് ദർശനം കിട്ടിയില്ല എന്നുള്ളതിന്റെ രേഖ അവരുടെ കയ്യിലുണ്ടാവും. അവർ നമ്മളെ ബോധിപ്പിച്ചാൽ മാത്രം മതി. വീണ്ടും അവർക്ക് ദർശനം കൊടുക്കുന്നതായിരിക്കും. അതിപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമുക്കിനി അതിന്റെ തയ്യാറാണ്. ഇങ്ങനെ ആരെങ്കിലും മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് ദർശനം കിട്ടുന്നതാണ്.